നമസ്കാരം. ഞാൻ ഒമേഗ ഫർണിച്ചറിൽ ഏകദേശം ഒരു 10-18 വർഷത്തോളമായി. ഇതിപ്പം ഒമേഗ ഫർണിച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക 32 വർഷത്തോളമായി ഏകദേശം. അതിൻ്റെ തുടക്കം കുറിച്ചത് 1994 അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാസ്റ്റിക് ചെയറിൻ്റെ ആ ഒരു സെറ്റപ്പിലായിരുന്നു തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയത് വെച്ചാൽ നമ്മുടെ ബോസ് KPR, അതായത് രവീന്ദ്രൻ സാറ്, അതുപോലെ തന്നെ സഹജൻ സാറും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു കൂട്ടായിട്ടുള്ള ഒരു സംരംഭമായിരുന്നു. അതാണ് ഇന്ന് ഈ ലെവലിലെത്തിയത്. ഇപ്പം നമുക്ക് പറയാമെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ കീച്ചേരി ആയിരുന്നു ഷോറൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അത് വിട്ടുകൊടുക്കുകയും വീണ്ടും അതിൻ്റെ നല്ലൊരു രീതിയിലുള്ള അത് തുടർച്ചയായിട്ട് നമ്മളെ സ്റ്റോക്ക് റൂമായ 5-ാം പടിയിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അത് കൂടാതെ അതിനുശേഷം നമുക്ക് അടുത്ത ഒരു ഷോറൂം എന്ന രീതിയിൽ നമ്മൾ അത് ചെറുകുന്നിലേക്ക് മാറി. ഇപ്പോൾ വീണ്ടും നമുക്ക് ഒരു പുതിയ ഒരു പേരിൽ, പുതിയ ഒരു ബ്രാൻഡിൽ നമ്മളിപ്പോൾ ഒരു ഐവ എന്ന ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ എന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിന് എന്താ പറയുക, ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുകയാണ് ഈ നിമിഷം. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്ത ഇനം ബ്രാൻഡുകളിൽ ഉള്ള നല്ല മികച്ച ഇനം ഫർണിച്ചറുകൾ നിങ്ങളെ മുന്നിൽ നിങ്ങൾക്ക് ചോയ്സ് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തരാൻ പറ്റുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇതിപ്പം ഇവിടെ ഉള്ളത് ഐവ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ സ്റ്റുഡിയോൻ്റെ ഇനാഗുറേഷനാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞികൃഷ്ണൻ സാറ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് 30 വർഷത്തോളം പഴക്കമുള്ള, അതായത് പാരമ്പര്യം ഉള്ള ഒരു സ്ഥാപനമാണ്. എന്താ പറയുക, ഇപ്പം ഐവ എന്ന് പറഞ്ഞിട്ട് ഒമേഗയുടെ ഒരു പുതിയൊരു മോഡേൺ കൾച്ചറിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും ഐവയിലേക്ക് വരിക, ഇഷ്ടമുള്ള ഫർണിച്ചേഴ്സ് സെലക്ട് ചെയ്യുക, എടുക്കുക. താങ്ക് യു. ഈ ഒമേഗ ഫർണിച്ചർ തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തിന് മേലെയായി. ഇതുവരെ ഒമേഗ ഫർണിച്ചർ എന്ന പേരിലാണ് എല്ലാ ഷോറൂമുകളും അറിയപ്പെടുന്നത്. ഏകദേശം 4 ഷോറൂം നമുക്കിവിടെ ഉണ്ട്. 5-ാം പീടിക, ചെറുകുന്ന്, കാസർഗോഡ്, ഇപ്പം തുടങ്ങിയ ഈ മയിൽ തുടങ്ങിയ ആദ്യമായിട്ടാണ് ഐവ ഫർണിച്ചർ എന്നുള്ള ഇത് നമ്മൾ പുതിയതായിട്ട് പ്രൊഡക്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാം ഇവിടെ പുതിയ പ്രൊഡക്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. കാരണം ഇന്ന് കിട്ടുന്ന എല്ലാം ഓൺലൈനിൽ കിട്ടുന്നതാലും ശരി, നമ്മൾ നെറ്റിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ ഇത് നമുക്ക് ഏത് ഫർണിച്ചറും നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ ഐവേൻ്റെ ഈ സോഫയല്ലോ ഞാൻ തന്നെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ബാക്കി പല സാധനം പുറത്തു നിന്നുണ്ട്. പക്ഷേ ഇത് കൂടുതൽ സോഫ ഒമേഗയ്ക്ക് ഞാൻ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഐവേയിൽ ഈ 8-ാറിലും ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള പുതിയ ബ്രാൻഡിലേക്കും ഞാൻ തന്നെ ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നാമത് ചെറുകുന്ന്, അതുപോലെ തന്നെ 5-ാം പീടിക, ഇതിപ്പോൾ 8-ാർ മൈൽ 8-ാറിൽ ഇത് 3 സ്ഥലത്ത് ഇനി ഞാൻ സോഫ ചെയ്യേണ്ടി വരിക. ഞാൻ തന്നെ എല്ലായിടത്തും അളവെടുക്കാൻ പോകേണ്ടത്. ഏത് മോഡൽ ഏത് വീട്ടിൽ പോയിട്ട് അവർക്ക് അളവനുസരിച്ചിട്ട് അവർക്ക് വേണ്ട തൃപ്തികരമായ സംഭവം നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് കസ്റ്റമേഴ്സ് ചെയ്തു കൊടുക്കും. ഓക്കെ. ഹലോ, എൻ്റെ പേര് ആതിര. എൻ്റെ പേര് ദർശന. ഞങ്ങൾ രണ്ടുപേരും ഈ ഒമേഗയുടെ മാനേജിങ് പാർട്ട്നേഴ്സിൻ്റെ മക്കളാണ്. നമുക്ക് ഒമേഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ചെറിയൊരു ഷോപ്പായിരുന്നു. അത് 2008 ഒരു ഷോറൂമായിട്ട് കീച്ചേരിയിൽ വന്നത്. ഞങ്ങളൊക്കെ ജനിച്ച സമയത്താണ് ഞങ്ങളുടെ അച്ഛന്മാർ ആക്ച്വലി ഇത് ഒരു ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളുടെ അച്ഛന്മാരുടെ പാരൻസിൻ്റെ ഒരു സ്ട്രഗിൾ കണ്ടത്. അവർ എത്ര ചെറുതായി ഒരു ചെറിയ ഷട്ടർ മുറിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇത്രയും 4ാമത്തെ ഷോറൂമാണ് അവരിവിടെ ഐവ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡിൻ്റെ പാർട്ടാണ്. ഞങ്ങൾക്ക് നൊസ്റ്റാൾജിക് ആണ്. ഒരുപാട് സ്പെഷ്യലാണ് ഒമേഗ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഈ സംരംഭത്തിൽ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഒമേഗയിൽ വരണം, അവിടുത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ഒരു കാലങ്ങളായിട്ട് അവർക്കുള്ള ഒരു വിശ്വാസമുണ്ട്, അത് ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒമേഗയിലേക്ക് വരിക, നിങ്ങൾ കാണുക, കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ. ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ പുതിയ ബ്രാഞ്ചായ ഇവ ഷോറൂമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഞങ്ങളുടെ ഇന്റീരിയേഴ്സിന്റെ ഭാഗമായിട്ട് ഒരു കിച്ചന്റെ ഡെമോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഒമേഗ 30 വർഷത്തോളമായി. എന്നാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 1.5 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇന്റീരിയർ സെക്ഷനിലെ ഇന്റീരിയർ ഡിസൈനറാണ്. എന്റെ പേര് വർഷ, ഇവള് എൻ്റെ പേര് നിഷ. ഞാനും ഇന്ത്യയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഒമേഗയിൽ തന്നെ. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് ആക്സസറീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഫസ്റ്റ് വന്ന് നമ്മുടെ ടോൾ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പാൻട്രി ഫുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റാക്സ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, അതുപോലെ കുറക്കാം, അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും ഈ പാൻട്രി ഫുൾ ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ റോളിംഗ് ഷട്ടർ, ഇതിന്റെ പേരാണ് റോളിംഗ് ഷട്ടർ. ഇത് നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാന്നാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഇതിൽ നമുക്ക് മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ പ്ലഗ് പോയിന്റ് കൊടുത്താൽ നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. മൂവബിൾ ആക്കാം, പക്ഷെ ഇതിപ്പോ ഫിക്സഡ് ആണ്. ഓക്കെ. ഇത് വിക്കർ ബാസ്ക്കറ്റ്. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 മെറ്റീരിയൽ വരുന്നുണ്ട്. ഒന്ന് ബാംബു വരുന്നുണ്ട്, പിന്നെ PVC ആണ്. ഇതിപ്പോ PVC യിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോർമൽ ഓപ്പൺ ഷെൽഫാണ്. നോർമൽ ബോക്സ് അടിച്ച് അതിന്റെ ഒരു തട്ട ഉണ്ടാവുക. ഇത് നോർമൽ ഷെൽഫാണ് ഇതിന് പറയാ. ഓക്കെ. ഇത് വാൾ ക്യാബിനറ്റ് എന്ന് പറയും. വാൾ ക്യാബിനറ്റ് മെയിൻ ഇതുപോലെ ഒരു ബോക്സിൽ റാക്കായിട്ട് കൊടുക്കും. ഇതിന്റെ സൈസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് കിച്ചന്റെ സ്പേസും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അത് കസ്റ്റമൈസ് ചെയ്യുന്നത്. വാൾ ക്യാബിനറ്റ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സിങ്കിന്റെ അടിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് വേസ്റ്റ് ബിൻ ആണ്, നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിറ്റർജന്റ് ഹോൾഡറാണ്. ഇതൊക്കെ വരുന്നത് കസ്റ്റമൈസേഷൻ ചെയ്തതാണ് ഇതൊക്കെ. പിന്നെ ഇതിലുള്ള ബോട്ടിൽ ഫുൾ ഔട്ട് ആണ്. ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ ബോട്ടിലുള്ളത് നമുക്ക് ഇതിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഇതിപ്പം സൈസിൽ അവൈലബിൾ ആണ്. കൊടുക്കാൻ പറ്റുന്നതാണ് കട്ട്ലറി. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിന്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആണ്, പ്ലെയിൻ ബാസ്ക്കറ്റ്. അതുപോലെ ടാൻഡും കൊടുത്തിട്ടുണ്ട്. ഈ സൈസൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ഈ പോർഷനിൽ വരുവാണെങ്കിൽ ഇവിടെ ഒരു പ്ലേറ്റ് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. തരാലോ. GTP ആണ് മെയിനായിട്ട് സിങ്കിന്റെ പോർഷനിൽ നമ്മൾ ഇത് കൊടുക്കുന്നത്. പ്ലേറ്റിനും അതുപോലെ ഗ്ലാസിനും വേറെ നമ്മൾ ട്രൈ ചെയ്യും. ഇതിന്റെ വെള്ളം ഇതിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് റിമൂവ് ചെയ്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വേറെ വേറെ ബ്രാൻഡിന്റെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. വേറെ വേറെ ബ്രാൻഡിന്റെ ആണെങ്കിൽ റേറ്റ് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് കോർണറിൽ വരുന്നതാണ്. ഇത് മൂവിങ് കോർണർ എന്ന് പറയും. മാക്സിമം നമുക്ക് കോർണർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ തരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ വേറെ തരത്തിലുണ്ട്, വേറെ ബ്രാൻഡിന്റെ. ഇതിപ്പോ ഒലിവ് ബ്രാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേറെ ബ്രാൻഡിലും നമുക്കിത് ചെയ്യാൻ പറ്റും. വയർ ബാസ്ക്കറ്റ് ആണ്. നമുക്ക് കിച്ചണിൽ നമുക്ക് എങ്ങനത്തെ ആക്സസറീസ് ആണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമറോട് ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് ആണ് കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ പ്ലെയിൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇവിടെ പ്ലേറ്റ് റാക്കാന്ന് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ തരം ലൂവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ്. അതുപോലെ മെറ്റീരിയലിനെ കുറിച്ച് പറയാന്നെങ്കിൽ BWP പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 20 വർഷം വരെ വാറന്റി കൊടുക്കാം. അതുപോലെ പ്ലൈവുഡിന്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക് ഫിനിഷ് ആണ്. ഇത് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഡിഫറെന്റ് ബ്രാൻഡിലുള്ള ആക്സസറീസ് നമുക്ക് യൂസ് ചെയ്യാം. HH ഉണ്ട്, ഹെപ്പോ ഉണ്ട്, അങ്ങനെ കുറെ സാംസങ് ഉണ്ട്, അങ്ങനെ 2-3 അങ്ങനെ കുറെ തരം ബ്രാൻഡിൽ നമുക്ക് ആക്സസറീസ് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അത് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനും അതുപോലെ അവരുടെ ബഡ്ജറ്റിനും അനുസരിച്ചിട്ടാണ് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കല്. അപ്പൊ നിങ്ങളുടെ കിച്ചൺ തരുവാണെങ്കിൽ നമ്മളതിന്റെ സൈസും
കാര്യങ്ങൾ എടുത്ത് അതിന്റെ 2D ഡ്രോയിങ് കൊടുക്കും, അതുപോലെ 3D ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കൊട്ടേഷൻ റെഡിയാക്കുന്നത്. കൊട്ടേഷൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ അവർ ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിലും എങ്കിലും നമ്മൾ 2-3 റേറ്റിൽ ഹൈ ബഡ്ജറ്റിലും ഒരു മിഡിൽ ബഡ്ജറ്റിലും ഒരു ലോ ബഡ്ജറ്റിലും നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ 3 തരത്തിലുള്ള കൊട്ടേഷൻ കണ്ടിട്ട് അവര് വാരി ചെയ്ത് അവർക്ക് അതിന്റെ ഡിഫറൻസിയേഷൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ കിച്ചൺ ഫൈനലൈസ് ചെയ്യുന്നത്. വൺസ് നമ്മള് ഡിസൈൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ മെഷർമെന്റ് വീണ്ടും നമ്മൾ എടുക്കാൻ പോകുന്നതായിരിക്കും. അങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇന്റീരിയർ കിച്ചൺ മാത്രമല്ല, നമ്മൾ വാർഡ്രോബ് ചെയ്യുന്നുണ്ട്. അതുപോലെ വീടിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഇന്റീരിയർ സെക്ഷനും, TV യൂണിറ്റ് ആയിക്കോട്ടെ, എന്ത് ഇന്റീരിയർ സെക്ഷനും ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല സുഖമുണ്ടോ? Please welcome to the stage. ഒരു നിറഞ്ഞ കൈയടി കൊടുക്കാം. കമോൺ. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു നറുക്കെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഒന്നാം സമ്മാനമായിട്ടുള്ള ബെഡ്റൂം സെറ്റ്, ഒരു വലിയ സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. സോ രവീന്ദ്ര സാറിനെ കൂടി വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. സോ സാർ പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സാർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തോളൂ എന്ന് അവിടെ നിന്ന് എനിക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ്, അപ്പോൾ ആ ഒരു സമ്മാനം ലഭ്യമാകാൻ വേണ്ടി പോകുന്നു. ഇവിടെയുള്ളവർക്ക് മാത്രമേ നൽകുകയുള്ളൂ. ആ ഒരു ഭാഗ്യശാലി ആരാണെന്ന്? യെസ്, അൻവിത പി. യെസ്, അൻവിത പി ആണ് ആ ഒരു സമ്മാനം ലഭ്യമായിട്ടുള്ളത്. ബെഡ്റൂം സെറ്റ്, ഹൈഫൻ ബ്രാൻഡിന്റെ ഒരു ബെഡ്റൂം സെറ്റ് ലഭിക്കാൻ പോകുന്നത് അൻവിത പി അടിച്ചേരി. ചേച്ചി ഇവിടെ വന്നിട്ട് നമ്പർ പറയണം. ഓക്കെ, അവിടെയാണ് ട്വിസ്റ്റ് കിടക്കുന്നത്. നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാകില്ല. സോ ആ ഒരു ബെഡ്റൂം സെറ്റ് ഹൈഫൺ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ നൽകുന്ന ബെഡ്റൂം സെറ്റ് ലഭ്യമായിട്ടുള്ളത് അൻവിത പീക്കാണ്. ആ ചേച്ചിയാണെങ്കിൽ ഒരു കാര്യം, അൻവിത ചേച്ചിയുടെ പേരാണ് അൻവിത, അല്ല മകളുടെ പേരാണ് അൻവിത എന്ന് എനിക്കറിയില്ല. സോ ചേച്ചി ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. സോ ഓക്കെ, നമ്മുടെ ഐവയുടെ ഈ ഒരു ഇനാഗ്രേഷൻ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും യോജിച്ച ഒരു വ്യക്തി തന്നെയായിരിക്കും. ഐവയുടെ ഇനാഗ്രേഷൻ, ബ്രാഞ്ച് ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഫസ്റ്റ് ഇവിടെ ചേച്ചിയാണ് കാലുകുത്തിയത്. ഓക്കെ, ചേച്ചിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ചേച്ചിയാണോ അൻവിത? മോളുടെ മോളെ ആ പേരാണ്. മോൾക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ട്. ചേച്ചി നമ്പർ കൂടി നമുക്ക് പറഞ്ഞൊന്ന് സെറ്റാക്കാം. നമ്പർ പറയൂ. യെസ്, കറക്റ്റ്. നമ്മുടെ ബെഡ്റൂം സെറ്റ് ഹൈഫൺ ഇന്റീരിയർ നൽകുന്ന, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ നൽകുന്ന ആ ഒരു ബെഡ്റൂം സെറ്റ് ലഭ്യമായിരിക്കുന്നത് അൻവിത മോൾക്കാണ്. അൻവിത മോൾക്ക് വേണ്ടിയിട്ട് ചേച്ചിയാണ് ആ ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹൈഫൺ ഫർണിച്ചറിന്റെ അദ്ദേഹത്തെ ദീപക്, അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഒരു വലിയ താങ്ക്സ് കൂടി ഒരു നിമിഷം അറിയിക്കുകയാണ്. ഇത്രയും വലിയൊരു തുകയുടെ ഒരു സമ്മാനമാണ് ചേച്ചി. ദീപക്, യെസ്, ഈ ബെഡ്റൂം സെറ്റ് എപ്പോഴാണോ, ഇന്നാണോ നാളെ രാവിലെയാണോ, ചേച്ചിയുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴാച്ചാൽ നാളെ എടുത്തോളൂ. വളരെ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. താങ്ക് യു. ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ചേച്ചി രാവിലെ മുതൽ ചേച്ചി പ്രതീക്ഷിച്ചിരുന്നോ? കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ദൈവം കൈവടിയില്ലാന്ന് മനസ്സിലെന്ന് പറഞ്ഞു. ഇതിനു മുൻപ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ?
ഈ വലിയ പ്രൈസ് ആദ്യമായിട്ട് ഐവയിൽ വന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഈ ഒരു സമയത്ത് പറയേണ്ടത്? പറയൂ. ഞാനിവിടെ 9:30 മുതൽ ഇവിടുത്തെ ആദ്യത്തെ ഉദ്ഘാടനത്തിന് തിരിതെളിയിക്കുമ്പോൾ തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. എനിക്കിത് 1ാം സമ്മാനം എൻ്റെ കുടുംബത്തിൽ ആർക്കായാലും കിട്ടിയാൽ മതി എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ മോൾക്ക് തന്നെ കിട്ടി. അതിലത്ര വലിയ സന്തോഷം. ഞാൻ ഇടാസ് ITM കോളേജിലെ ഹോസ്റ്റൽ വാർഡനാണ്. എൻ്റെ വീട് ശ്രീകണ്ഠപുരം കോട്ടൂരാണ്. പിന്നെ എനിക്കൊരു അപേക്ഷ, എൻ്റെ ITMൻ്റെ ചെയർമാൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ സാറിനെ കൂടി സ്റ്റേജിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഒരു ഷൈക്കാൻഡ് കൊടുക്കാനുണ്ട്. സാർ എന്നെ എല്ലാത്തിനും എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതാണ്, പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഓക്കെ, സാറിന്റെ ഇവിടെ സാറിന്റെ പെർമിഷനോട് കൂടി തന്നെയാണ് ചേച്ചി രാവിലെ മുതലേ ഇവിടെ വന്ന് സെറ്റായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാറിനോടൊരു വലിയ താങ്ക്സ് ചേച്ചിയുടെ വക ഞാൻ അറിയിക്കുകയാണ്. ബെഡ്റൂം സെറ്റായിട്ട് വീട്ടിലേക്ക് നമുക്ക് മടങ്ങാം. ഓക്കെ, ഐഫോണിന്റെ ആ ഒരു ബെഡ്റൂം സെറ്റ് ലഭ്യമായിരിക്കുന്നത് ചേച്ചിക്കാണ്. സോ ചേച്ചി, കൺഗ്രാറ്റുലേഷൻ വൺസ് അഗെയിൻ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ആ ഒരു ബെഡ്റൂം സെറ്റായിട്ട് മടങ്ങാവുന്നതാണ്. സോ നിങ്ങൾ ആരും സമ്മാനം ആ ഒരു 10 പേരിൽ ആരെങ്കിലും ഭാഗ്യശാലികൾ ഇവിടെ ഉണ്ടാവും. കിഷൻ MP, എട്ടയാറുള്ള കിഷൻ MP ഇവിടെ ഉണ്ടോ? അഭിനവ് P, എട്ടയാറിലുള്ള അഭിനവ്. രവി, മലപ്പട്ടത്തുള്ള രവിചേട്ടനുണ്ട് ഇവിടെ. മലപ്പട്ടം സുരേന്ദ്രൻ മലപ്പട്ടം ഇവിടെ ഉണ്ടോ? സമ്മാനം സുരേന്ദ്രൻ ചേട്ടന് കൊണ്ടുപോയിരിക്കുന്നു. ഓക്കെ, അടുത്ത വിജിത PV, നമ്പർ മാത്രമേ ഉള്ളൂ. അദ്വൈത്, സ്ഥലമില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. അദ്വൈത് ഒരു നിറഞ്ഞ കൈയടി കൊടുക്കാം. നിജിലേഷ്, അദ്ദേഹമാണ് ആയിഷയ്ക്കുള്ള ഒരു സമ്മാനം നൽകുന്നത്. ഒരു നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിലേഷ്, അദ്ദേഹത്തിനോടുള്ള ഒരു സ്പെഷ്യൽ താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു വലിയ സംരംഭം വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഐവ എന്ന ഈ സംരംഭത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് കേട്ടിട്ടുണ്ട്. ലോകം തന്നെ കീഴടക്കിയിട്ടുള്ള ഒരു സംരംഭമാണ്. അങ്ങനെ ഒരു സംരംഭം